പ്രേമിച്ച് പ്രേമിച്ച് നീ ആ പെണ്ണിനെ കൊലയ്ക്ക് കൊടുക്കരുത് കണ്ണാ. മിത്തു കണ്ണനെ നോക്കി പറഞ്ഞു. കാറിൽ നിന്നും അവൻ്റെ ലഗേജ് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന കണ്ണൻ ആ പറഞ്ഞത് കേട്ട് കണ്ണിറുക്കി ചിരിച്ചു. എലിക്കല്ലേ, ഒടുവിൽ കിടന്ന് കാറി പൊളിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ ഇപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. അവളില്ലാത്തൊരു ജീവിതം നിനക്കിനി ചിന്തിക്കാൻ കൂടി വയ്യെന്ന് എനിക്കറിയാം. മിത്തു അവൻ്റെ തോളിൽ തട്ടി. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടടാ മിത്തു, ചിരിയോടെ പറഞ്ഞിട്ട് കണ്ണൻ കാറിൻ്റെ ഡോറടച്ചുകൊണ്ട് തിരിഞ്ഞു. ഉവ്, നീ കുറെ ശ്രദ്ധിക്കുന്നുണ്ട്, അതെനിക്ക് നന്നായി ബോധ്യമായല്ലോ. ശ്രദ്ധ കൂടി പോയത് കൊണ്ടായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ആ പെണ്ണിനെ ഒറ്റയ്ക്ക് കുളക്കടവിലേക്ക് വിളിച്ചോണ്ട് പോയത് അല്ലേ? മിഥുൻ്റെ കൂർത്ത നോട്ടത്തിൽ കണ്ണൻ ചമ്മിക്കൊണ്ട് നോട്ടം മാറ്റി. ആ ഓർമ്മയിൽ തന്നെ അവനുള്ളം തുടിച്ചു. നെഞ്ചിൽ ചാരി ഒരു പ്രാവിനെ പോലെ കുറുകിക്കൊണ്ടെപ്പോഴും സീതാലക്ഷ്മി നിൽക്കുന്നുണ്ടെന്ന് തോന്നി. എന്തേ, കള്ളക്കാമുകനിപ്പോൾ ശ്രദ്ധയെക്കുറിച്ചൊന്നും പറയാനില്ലേ? മിഥുൻ അവൻ്റെ തോളിൽ ഇടിച്ചുകൊണ്ട് ചിരിച്ചു. എനിക്ക് മനസ്സിലാവും കണ്ണാ, നിന്നെ അവളെയും. ഈ സ്നേഹത്തിലും സന്തോഷത്തിനും നിങ്ങളെ എന്നും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നത്. നിനക്കെന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. മിത്തുവിനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് തനിക്കതിൽ പരിഭവമൊന്നുമില്ലെന്ന് കണ്ണൻ തെളിയിച്ചത്. മിഥുനും നിറഞ്ഞ ചിരിയോടെ അവനെ തിരികെ പുണർന്നു. റിമി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പോവാനൊട്ടും താല്പര്യമില്ല. പിന്നെ പോയല്ലേ പറ്റൂ. നിനക്കറിയില്ലേ എൻ്റെ അവസ്ഥകളൊക്കെയും? കണ്ണനിൽ നിന്നും അകന്നു മാറാതെ തന്നെ മിഥുൻ പറഞ്ഞു. ടെൻഷനാവാതെ പോയി വാടാ മിഥു. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് ഞാനും ഉടനെ തന്നെ വരും. അവളെ ഇനി എന്നിലേക്ക് ചേർക്കാൻ ഒട്ടും കാത്തിരിക്കാൻ വയ്യ എനിക്ക്, കണ്ണൻ പറഞ്ഞു. മിഥുൻ ചിരിച്ചുകൊണ്ട് തല കുലുക്കി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പോടാ. കണ്ണൻ്റെ ചിരിയിലും ഒരു കള്ളത്തരമുണ്ടായിരുന്നു അത് പറയുമ്പോൾ. ശരിയെന്നാ പോട്ടെ. ബാഗ് വലിച്ചെടുത്തുകൊണ്ട് മിഥുൻ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു. കണ്ണൻ ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. തിരികെയുള്ള യാത്രയിൽ കണ്ണൻ തനിച്ചായിരുന്നു. അന്തിച്ചുവപ്പ് പടർന്നു കിടക്കുന്ന അന്തരീക്ഷം, കാറിൽ ഒഴുകി നടക്കുന്ന നേർത്ത പ്രണയഗീതം. അവനുള്ളിൽ വീണ്ടും മഞ്ഞുകണം പെയ്തിറങ്ങിയ പോലെ അഴിഞ്ഞുപോയ സ്വപ്ന നിമിഷങ്ങളുടെ ഓർമ്മകൾ. തുടിക്കാൻ മറന്നെന്ന പോലെ ഹൃദയം നിശ്ചലമായി. ഒരു പഞ്ഞിക്കെട്ട് പോലെ നെഞ്ചിൽ ചേർന്ന് നിന്നവളുടെ പിടച്ചിലും ശ്വാസവും. അവനവളെ വിളിക്കണമെന്ന് തോന്നൽ അസഹ്യമായി. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു. സീതയുടെ നമ്പർ കോളിലിട്ട് കാത്തിരിക്കുമ്പോൾ ഹൃദയം വീണ്ടും കാതോർക്കുന്നു സ്വന്തം അവകാശിയുടെ സ്വരം അറിയാൻ. അതിനുള്ളിൽ അവൾ ഒളിപ്പിച്ച് പിടിച്ച പ്രണയത്തിൻ്റെ വീര്യമറിയാൻ. പക്ഷേ ബെല്ലടിച്ചു തീർന്നതല്ലാതെ സീത അതെടുത്തില്ല. നിരാശയിൽ കണ്ണൻ്റെ മുഖം മങ്ങി. കാറ് ഒരു അരികിൽ പാർക്ക് ചെയ്തതിനു ശേഷം അവൻ ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി. പക്ഷേ അത് പാതിയിൽ നിലച്ചു. തൊട്ടടുത്ത നിമിഷം മെസ്സേജ് ടൂണ്. അവൻ ധൃതിയിൽ അതെടുത്തു നോക്കി. ചേച്ചിയുണ്ട് അരികിൽ, വിളിക്കല്ലേ? സീതയുടെ കൂർത്ത നോട്ടം കണ്ണൻ മനസ്സിൽ കണ്ടു. അത് വായിച്ചിട്ട് അവൻ ചിരിച്ചുപോയി. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു, കണ്ണൻ തിരിച്ച് ടൈപ്പ് ചെയ്തു. അതിപ്പോൾ എന്താ പെട്ടെന്ന് അങ്ങനൊരു കൊതി? എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാം. സീതയുടെ കള്ളച്ചിരി അവനുള്ളിൽ തെളിഞ്ഞു. എനിക്കുള്ളിൽ ഒരു സ്ഫോടനത്തിന് തിരികൊളുത്തിയിട്ടാണ് പെണ്ണെ നീ പോയത്. ഞാനല്ല, കണ്ണേട്ടനാണ്. പാതിയിൽ നിർത്തിയ അവളുടെ വരികൾ കണ്ണൻ ഊറി ചിരിച്ചു. അതെ, ഞാനാണ്. കാരണം നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. തിരികെ ആ വരികൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ളിലെ പ്രണയം ആ വരികളിലേക്ക് പടരുന്നത് പോലെ കണ്ണിന് തോന്നി. വിളിക്കാൻ വയ്യാഞ്ഞിട്ടാ കണ്ണേട്ടാ. ഞാനും ചേച്ചിയും മോളും ഉമ്മറത്തിരിപ്പാണ്. പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്നും എഴുന്നേറ്റ് പോവാനാവില്ല. സീത അവളുടെ അവസ്ഥ അവനെ അറിയിച്ചു. നോ പ്രോബ്ലം, ഫ്രീ ആകുമ്പോൾ വിളിക്കേ, ഞാൻ കാത്തിരിക്കും. മിഥുനേട്ടൻ പോയോ? യെസ്, ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിച്ചു കൊണ്ടാണോ ചാറ്റിങ്? സീത കണ്ണുരുട്ടിയാവും എഴുതി വിടുന്നത്. അവൻ ചിരിച്ചുപോയി. അല്ലടി, ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചോടിക്കണേ. സീതയുടെ ഓർമ്മപ്പെടുത്തൽ. കണ്ണൻ്റെ മനസ്സ് തണുത്തു. ഓക്കെ ബൈ. അവൻ തന്നെയാണ് അവസാനിപ്പിച്ചതും. ഫോണിൽ നിന്നും മിഴികൾ പറിച്ചു മാറ്റിയ സീത പാർവതിയൊന്ന് പാളി നോക്കി. ലല്ലമോളോട് എന്തോ പറയുകയാണവൾ. സീതയ്ക്കൊരു ആശ്വാസം തോന്നി. വീണ്ടും അവളുടെ കണ്ണുകൾ കണ്ണൻ്റെ അക്ഷരങ്ങളെ തൊട്ട് തലോടി. നേർത്തൊരു ചിരിയോടെ പാർവതി അവളെ വീണ്ടും നോക്കുന്നതറിയാതെ. വിളക്ക് കൊളുത്തി ഉമ്മറത്തേക്കിറങ്ങിയ സീത മുന്നിലെ കാഴ്ചകളിൽ വിറച്ചുപോയി. മുഖത്തും ദേഹത്തും നിറയെ ചോരയൊലിപ്പിച്ചുകൊണ്ട് അർജുൻ. അവനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് ഹരിയാണ്. ഒരു നിമിഷത്തെ പകപ്പിനു ശേഷം സീതയുടെ കാലുകൾക്ക് ജീവൻ വെച്ചു. കയ്യിലുള്ള വിളക്ക് തിണ്ണയിലേക്ക് വെച്ചിട്ട് അവൾ അവനരികിലേക്ക് ഓടി. അയ്യോ മോനെ, എന്താ പറ്റിയേ നിനക്ക്?
സീത തൊടും മുന്നേ അർജുൻ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ അവളെ പിടിച്ചൊരു തള്ളുകൊടുത്തു. വീഴും മുന്നേ മറുകൈ കൊണ്ട് ഹരി അവളെ താങ്ങി. ഹരി അർജുനെ രൂക്ഷമായി നോക്കി. അവനത് പുച്ഛത്തോടെ തള്ളി. എന്നിട്ട് അവശതയോടെ ഉമ്മറത്തെ വെറും നിലത്തേക്കിരുന്നു. അപ്പോഴും യാതൊന്നും മനസ്സിലാവാതെ സീത അവനെയും ഹരിയെയും മാറി മാറി നോക്കി. എന്താ ഹരി, എന്താ ഉണ്ടായേ? സീത ഹരിയുടെ കയ്യിൽ പിടിമുറുക്കി. അവളുടെ സ്വരം ഇടറിപ്പോയിരുന്നു. സീതാലക്ഷ്മി എന്ന അമ്മയാണപ്പോൾ തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി ഹരിക്ക്. സ്വന്തം കുഞ്ഞിന് മുറിവേറ്റ പിടച്ചിൽ അവനാ മിഴികളിൽ കണ്ടിരുന്നു. ഒന്നും പറഞ്ഞതാ ഹരി എനിക്ക്. സീതയുടെ ശബ്ദം കുറച്ചുകൂടി ഉറക്കെയായി. എനിക്കും കാര്യമായി ഒന്നും അറിയില്ലടി. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ചെല്ലുമ്പോൾ ദേ ഈ അവസ്ഥയിൽ അവനിരിക്കുന്നു. എന്താ കാര്യമെന്ന് ഞാനും ചോദിച്ചു. പക്ഷേ എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറയുന്നില്ല. വീട്ടിൽ പോകണമെന്ന് മാത്രം പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആവുന്നത് ഞാൻ പറഞ്ഞതാ. പക്ഷേ അവന് വാശി ഇങ്ങോട്ട് തന്നെ വരണമെന്ന്. ഹരി പറഞ്ഞു നിർത്തുമ്പോൾ സീത ഭീതിയോടെ അർജുനെ നോക്കി. അവൻ ചെന്ന് ചാടിയ കെണിയിൽ നിന്നും കിട്ടിയ സമ്മാനമാണോ ഇതെന്ന് അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അജു വാ, എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സീത വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു. കടുത്ത മുഖത്തോടെ അങ്ങേയറ്റം വെറുപ്പോടെ തന്നെ അവൻ ആ കൈകളെ തട്ടിയെറിഞ്ഞു. അയ്യോ മോനെ! നിലവിളിയോടെ പാർവതിയും അർജുനെ പിടിച്ചു നോക്കി. ഉമ്മറത്തെ സംസാരം കേട്ടിട്ട് വന്നതാണവളും. എന്താടാ പറ്റിയത്? പാർവതി അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ജോലിക്കാണെന്നും പറഞ്ഞു പോയിട്ട് ശ്രീനിലയത്തിലെ കൊച്ചു തമ്പുരാനെ മോഹിച്ചു എൻ്റെ പുന്നാര ചേച്ചി. അതിനവൻ്റെ വീട്ടുകാരുടെ സമ്മാനം. കത്തുന്ന കണ്ണോടെ സീതയെ നോക്കിയിട്ട് അർജുൻ പറഞ്ഞത് കേട്ട് ശ്വാസം നിലച്ചതുപോലെ സീത കുഴഞ്ഞുപോയി. ഹരിയുടെ കണ്ണിലും അവിശ്വസനീയം. പാർവതി ഒന്നും മനസ്സിലാവാതെ രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട്. എന്താ, നിഷേധിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ തെറ്റിനെക്കുറിച്ച് പറയാൻ നല്ല സാമർഥ്യമാണല്ലോ. ഇപ്പോൾ ഒന്നും പറയാനില്ലേ സീതേച്ചിക്ക്? അവൻ്റെ കൂർത്ത ചോദ്യത്തിന് മുന്നിൽ സീത തളർന്നു പോയി. അർജുൻ, നീ കാര്യമറിയാതെ വെറുതെ ഓരോന്ന് വിളിച്ചു പറയരുത്. സീതയുടെ നേരെ നോക്കിയിട്ടാണ് ഹരി അങ്ങനെ പറഞ്ഞത്. ഹരിയേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും എൻ്റെ ചേച്ചിമാരും തമ്മിലാണ്. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. എന്ന് കരുതി നീ വിളിച്ചു പറയുന്ന അനാവശ്യങ്ങളെല്ലാം കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണോടാ? സത്യം എന്താണെന്ന് കൂടി അറിയാതെ. ഹരി പറഞ്ഞു തീരുന്നതിന് മുന്നേ അർജുൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നിങ്ങളല്ലെങ്കിലും എപ്പോഴും വല്യേച്ചിയുടെയും സീതേച്ചിയുടെയും കൂടെയല്ലേ ഹരിയേട്ടാ നിന്നിട്ടുള്ളൂ. സീതേച്ചി എന്ത് ചെയ്താലും നിങ്ങൾക്ക് ന്യായമാണ്. വല്യേച്ചി ഗിരീഷേട്ടനുമായി തെറ്റിപ്പിരിഞ്ഞു വന്നപ്പോഴും നിങ്ങൾ കൊടുത്ത ധൈര്യം എനിക്കിന്നും ഓർമ്മയുണ്ട്. അന്നത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ചേച്ചി ഇങ്ങനെ നീറേണ്ടി വരുമായിരുന്നോ? ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ സൗന്ദര്യപ്പിണക്കമായി തീർന്നു പോയേനെ അത്. പക്ഷേ നിങ്ങളും സീതേച്ചിയും സപ്പോർട്ട് ചെയ്തിട്ടാണ് വല്യേച്ചിയുടെ ജീവിതം. നല്ല വേദനയുണ്ട് എന്നവൻ്റെ മുഖം ചുളിയുന്നതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും വാശിയോടെ ഓരോന്നും വിളിച്ചു പറയുന്നവനെ 3 പേരും പകച്ചു നോക്കി. എന്തൊക്കെയാടാ മോനെ നീ ഈ പറയുന്നത്? പാർവതി അവനെ തലോടി. ഹരി അവൻ പറഞ്ഞു പോയ വാക്കുകളുടെ ആഴത്തിൽ മുങ്ങിപ്പോയിരുന്നു. എനിക്ക് വയ്യ വല്യേച്ചി, സഹിക്കാൻ വയ്യ. എന്തിനാ നിങ്ങളെന്നെ വളർത്തി വലുതാക്കിയേ? കൊന്നു കളഞ്ഞൂടായിരുന്നോ? അമ്മ പോയതോടെ ആ നാറ്റം സഹിച്ച് ഞാൻ കുറേ കാലം. തെമ്മാടിയുടെ മകനെന്ന് എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചവരുണ്ട് നിങ്ങളെപ്പോലെ. അല്ലെങ്കിൽ അകത്തിരിക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ സങ്കടം ആരും അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല ഞാൻ. നിങ്ങളുടെ സങ്കടം കൂടി സഹിക്കാൻ എനിക്ക് വയ്യായിരുന്നു. അർജുൻ മുടിയിഴകൾ വലിച്ചു പറിച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു. അവൻ ചവച്ചു തുപ്പിയ വാക്കുകളുടെ ഭാരം അവരെ മൂവരെയും തളർത്തി കളഞ്ഞിരുന്നു. പിഴച്ചുപോയ അമ്മയെക്കുറിച്ചോർത്ത് എനിക്ക് വേദന തോന്നിയിട്ടില്ല. അമ്മയുണ്ടെങ്കിൽ കിട്ടുമായിരുന്ന സ്നേഹം അതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചു തന്നെയാണ് ഞാനും വളർന്നത്. നിങ്ങളെന്നെ വളർത്തിയതും. പക്ഷേ നിങ്ങളുടെ പേരിലും ഞാൻ. ഹരിയേട്ടൻ ഇവിടെ വരുന്നതിനെ കുറിച്ചിട്ട് എന്തെല്ലാം കഥകളുണ്ടെന്നോ പുറത്ത്. എന്നെ കാണുമ്പോൾ ഒരു പുച്ഛത്തോടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നോ. എനിക്കിത് സഹിക്കാൻ വയ്യ. അർജുൻ്റെ കണ്ണുകൾ വീണ്ടും സീതയുടെ നേരെ തിരിഞ്ഞു. ഇതൊന്നും പോരാഞ്ഞിട്ട് ശ്രീനിലയത്തിലെ കൊച്ചുമോനോടൊപ്പം എൻ്റെ ചേച്ചിയുടെ അഴിഞ്ഞാട്ട കഥകൾ കൂടി കേൾക്കേണ്ടി വരുന്നത്. അവൻ്റെ സ്വരത്തിൽ പോലും തീച്ചൂട്. പാർവതിയുടെ കണ്ണുകൾ കൂടി തനിക്ക് നേരെ നീണ്ടുവരുന്നത് സീത തളർച്ചയോടെ അറിഞ്ഞു. താൻ കൂടി കാരണമാണ് പാർവതിയുടെ ജീവിതം നഷ്ടപ്പെട്ടതെന്ന അർജുൻ്റെ വെളിപ്പെടുത്തൽ ഹരിയുടെയും ചേതനയേറ്റു പോയിരുന്നു. അവനും തളർന്നതുപോലെ ഉമ്മറത്തെ തൂണിലേക്ക് ചാരി. ഇതിനിടയിൽ കിടന്ന് നീറുന്ന എന്നെക്കുറിച്ച് ആരും ഓർത്തിട്ടില്ല. ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ ഇടയിലിട്ട് കിട്ടിയ അടികളൊന്നും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ചേച്ചി ശ്രീനിലയത്തിലെ കൊച്ചുമോൻ്റെ കൂടെ കിടന്ന കഥകൾ എൻ്റെ കൂട്ടുകാരടക്കം കേട്ടുനിന്ന് രസിച്ചു.
എനിക്ക് എനിക്ക് എത്ര വേദനിച്ചു എന്നറിയോ നിങ്ങൾക്ക്? എന്ത് ചെയ്തിട്ടാ എന്നോടിങ്ങനെ? അകവും പുറവും ഒരുപോലെ അനുഭവിക്കുന്ന വേദന കൊണ്ട് അർജുൻ കരഞ്ഞു പോകുന്നുണ്ട്. പാർവതി തലോടാൻ നീട്ടുന്ന കൈകളെ എന്നിട്ടും അവൻ വാശിയോടെ തട്ടി മാറ്റുന്നു. അങ്ങനെയൊന്നുമല്ല അർജുൻ, ഒക്കെ നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ശരിക്കും. ഹരി വല്ല വിധേനയും പറയാൻ ശ്രമിച്ചത് അർജുൻ കൈയുയർത്തി തടഞ്ഞു. ആരും ഒന്നും പറയണ്ട ഹരിയേട്ടാ, ഇതിങ്ങനെയൊക്കെ വരൂ. എന്തായാലും പിഴച്ച അമ്മയുടെ മക്കളല്ലേ. ആത്മനിന്ദയോടെയുള്ള അർജുൻ്റെ വാക്കുകൾ ഈർച്ചവാൾ പോലെ സീതയുടെ ഹൃദയം മുറിച്ചു. അജു, അവളൊരു വിങ്ങലോടെ വിളിച്ചു. അവൻ സീതയുടെ നേരെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് എഴുന്നേറ്റു. വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിയുന്നു. ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അർജുൻ. ഇപ്പോൾ നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നിനക്ക് ഒട്ടും വയ്യ. ഹരി അവനെ പിടിച്ചു. വീണ്ടും അവൻ ആ കൈകൾ തട്ടി മാറ്റി. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ കിടന്ന് വേദനിച്ച് ചാവട്ടെ. നാളെ നാട്ടിലിറങ്ങി മറ്റുള്ളവരുടെ പരിഹാസച്ചിരി ഏറ്റുവാങ്ങുന്നത് നല്ലത്. ഇനി അതാണ്. എനിക്ക് എങ്ങോട്ടും പോവണ്ട. അതും കാത്ത് ആരും നിൽക്കുകയും വേണ്ട. വേദന കടിച്ചു പിടിച്ചു കൊണ്ടവൻ അകത്തേക്ക് തന്നെ മെല്ലെ നടന്നു കയറി. ഹരി, അവനൊട്ടും വയ്യ. പാർവതി കരഞ്ഞുകൊണ്ട് ഹരിയെ നോക്കി. വയ്യ, അത് എനിക്കും അറിയാം. പക്ഷേ അവൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നുവെങ്കിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോയേനെ ഞാൻ. ഇതിപ്പോ. ഹരി അവളെ നോക്കി. സീതയെ ഒന്നുകൂടി നോക്കിയിട്ട് പാർവതി ധൃതിയിൽ അർജുൻ പോയ വഴിയെ തന്നെ പോയി. ഹരിയുടെ കണ്ണുകൾ മരവിച്ചതുപോലെ ഇരിക്കുന്ന സീതയുടെ നേരെയായിരുന്നു. അവൻ അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. അവളോട് എന്ത് പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു. മുന്നിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്നു. ആ മനസ്സെത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നറിയാവുന്നതുപോലെ ഹരിയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു. പ്രണയത്തിൽ ഇത്തിരി ട്രാജഡിയൊക്കെ വേണം പെണ്ണെ, ഇല്ലെങ്കിൽ ഒരു ത്രില്ലുണ്ടാവില്ല. കണ്ണുറുക്കി പറഞ്ഞവനെ സീത തുറച്ചു നോക്കി. ഇപ്പോൾ അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചൂടും നാറി തണുക്കട്ടെ. ശ്രീനിലയത്തിലെ കൊച്ചു തമ്പുരാൻ തന്നെ നേരിട്ട് വന്നിട്ട് അവനോട് പറയും, ഈ സീതാലക്ഷ്മിയെ അവന് കൂടെ കിടത്താനല്ല, ജീവൻ പകുത്തു കൊടുക്കാനാണ് സ്നേഹിച്ചതെന്ന്. അന്ന് ഈ പറഞ്ഞതിനൊക്കെ ആ പഹയൻ നിന്നോട് മാപ്പ് പറഞ്ഞോളും. അതുപോരെ. ഹരി പറഞ്ഞത് കേട്ട് സീതയുടെ ചുടിയിൽ ഒരു ചെറിയ ചിരി മിന്നിമാഞ്ഞു. നീ അവന് മുന്നിലേക്ക് പോവണ്ട. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കുട്ടി സഖാവിന്. അപ്പോൾ വാശി താനെ പത്തി മടക്കും. ആ സമയം എന്നെ വിളിക്ക്, ഞാൻ വണ്ടിയുമായി വരാം ഹോസ്പിറ്റലിൽ പോകാൻ. നമ്മളിതെത്ര കണ്ടിരിക്കുന്നു. ഹരി നിസാരമായി പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ തട്ടി. സീത ഒന്നും പറയാതെ അവൻ്റെ നേരെ തന്നെ നോക്കി. അനാവശ്യ ചിന്തകളൊന്നും ഈ മനസ്സിലിട്ട് കൊണ്ട് നടക്കണ്ട. ഇതൊക്കെ കലങ്ങി തെളിയും. ഇപ്പോൾ സമാധാനമായി പോയി കിടന്നുറങ്ങി നീ. ഒരാളെ സ്നേഹിക്കുന്നത് അത്ര വലിയൊരു തെറ്റൊന്നുമല്ല. അർജുന് കിട്ടിയ അറിവ് പൂർണ്ണമല്ല, അതിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ പ്രേമിക്കരുത് എന്ന് പറയാൻ അവനെന്താ അവകാശം? നിരഞ്ജന അർജുൻ്റെ അമ്മായിയുടെ മോളൊന്നും അല്ലല്ലോ. അവളെ അവനും നല്ല വെടിപ്പായി പ്രേമിച്ച് നടക്കുന്നില്ലേ? അപ്പോൾ അതൊക്കെ വിട്. നീ വാ, എഴുന്നേൽക്ക്. അതും പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കുന്നതിനോടൊപ്പം ഹരി അവളെയും വലിച്ചു പൊക്കി. ചെല്ല്, പാർവതി ചോദിച്ചാൽ ഉള്ളതുപോലെ പറഞ്ഞേക്കണം. എന്നായാലും ശ്രീനിലയത്തിലെ കൊച്ചുതമ്പ്രാൻ്റെ കൈ പിടിക്കേണ്ടതല്ലേ? അവൻ കണ്ണിറുക്കി കാണിച്ചു. മങ്ങിയൊരു ചിരിയോടെ അവനെ നോക്കിയിട്ട് സീത അകത്തേക്ക് കയറി. അതേ നിമിഷം പാർവതി പുറത്തേക്കിറങ്ങി വന്നു. അവളെ കണ്ടപ്പോൾ സീത തല താഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് കയറുന്നത് ഹരി വേദനയോടെ നോക്കി. എന്താ ഹരി ഇതൊക്കെ? സീത പോയ വഴിയെ നോക്കി പാർവതി ചോദിച്ചു. അർജുൻ അറിഞ്ഞതും പറഞ്ഞതും മുഴുവൻ സത്യമല്ല പാറു. ശ്രീനിലയത്തിലെ കിരൺ വർമ്മ സീതാലക്ഷ്മിയെ സ്നേഹിക്കുന്നത് കൂടെ കിടത്താനൊന്നുമല്ല എന്ന് മാത്രം നീയിപ്പോൾ മനസ്സിലാക്ക്. ഹരിയുടെ സ്വരം കടുത്തു. പാർവതി അവനെ സംശയത്തോടെ നോക്കി. ഹോസ്പിറ്റലിൽ പോകണം എന്നവന് തോന്നുകയാണെങ്കിൽ വിളിക്ക്, ഞാൻ വണ്ടിയുമായി വരാം. അതും പറഞ്ഞിട്ട് ഹരി പോവാനിറങ്ങി. ഹരി, അവൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പാർവതി പതറിക്കൊണ്ടാണത് പറയുന്നത്. ഹരിയിൽ ഒരു വിളറിയ ചിരി ഉണ്ടായിരുന്നു. നീ കാരണം എനിക്കെൻ്റെ ജീവിതം നഷ്ടം വന്നിട്ടില്ല. പക്ഷേ ജീവിക്കാനൊരു തോന്നൽ വരാൻ നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുമുണ്ട്. അച്ചു പറഞ്ഞതുപോലെ നീ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല ഹരി. ഹരി അവളുടെ നേരെ നോക്കി. ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. നിന്നോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പാറു. അവൻ്റെ സ്വരം വളരെ നിർത്തു. പാർവതിയുടെ നെറ്റി ചുളിഞ്ഞു. എടാ അവളപ്പോഴും അർജുൻ പറഞ്ഞ വാക്കുകളുടെ ചുഴിയിലായിരുന്നു. അർജുൻ പറഞ്ഞതുപോലെയല്ല. ഒരുപാട് വർഷം എൻ്റെ പ്രാണനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടും അത് നിന്നെ അറിയിച്ചിട്ടില്ല എന്നൊരു തെറ്റ്. ആരൊക്കെ എതിർത്താലും
പ്രാണൻ പോലെ സ്നേഹിച്ച നിന്നെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് കണ്ടു നിന്നു എന്നത് വേറൊരു തെറ്റ്. കലങ്ങി ചുവന്നു പോയ അവൻ്റെ കണ്ണുകളും അവനിൽ നിന്നും ഊർന്നു വീണ വാക്കുകളും. പാർവതിയുടെ കാലുകൾ തളർച്ച ബാധിച്ചതുപോലെ നിന്നാടിക്കുഴഞ്ഞു. വിട്ടുകളയരുതായിരുന്നു ഞാൻ. ഒന്നിനും വേണ്ടി മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു. തെറ്റാണ്. ഹരിപ്രസാദ് ഈ ജീവിതത്തിൽ ചെയ്തു പോയ ഏറ്റവും വലിയൊരു തെറ്റ്. ഹരിയുടെ വാക്കുകൾ ഇടറി.